സാധാരണ രീതിയിൽ നിങ്ങളൊരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് ബിലിറൂബിൻ്റെ അളവ് കൂടി തന്നു കഴിഞ്ഞാൽ അതിനെ മഞ്ഞപ്പിത്തം എന്നാണ് പറയാറ്. പക്ഷെ അത് എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങൾക്ക് ഗിൽബർട്ട് സിൻഡ്രം ആണെങ്കിൽ നിങ്ങളുടെ ബിലിറൂബിൻ്റെ അളവ് കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങളുടെ ലിവറിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരുന്നില്ല. ഇന്നത്തെ വീഡിയോ ഗിൽബർട്ട് സിൻഡ്രത്തിനെ കുറിച്ചാണ്. എന്താണ് ഈ ഗിൽബർട്ട് സിൻഡ്രോം, ഇതിൻ്റെ ടെസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ്? ഗിൽബർട്ട് സിൻഡ്രോം ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഗിൽബർട്ട് സിൻഡ്രോം ഉള്ളവർക്ക് ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജും കൂടിയുണ്ട്. അതെന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നമുക്ക് തുടങ്ങാം. ഗിൽബർട്ട് സിൻഡ്രത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം ബിലിറൂബിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിലിറൂബിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ലിവറിൽ നിന്നാണ്. ബ്ലഡിലുള്ള റെഡ് ബ്ലഡ് സെൽസിന്റെ ബ്രേക്ക് ഡൗണിന് ശേഷം അവസാനം ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ബിലിറൂബിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാധാരണ രീതിയിൽ ബിലിറൂബിന്റെ അളവ് കൂടി വരുന്നത് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന സമയത്താണ്. മഞ്ഞപ്പിത്തം ആവട്ടെ കരൾ വീക്കത്തിന്റെ ഒരു സിംറ്റം മാത്രമാണ്. ഇത് സാധാരണ രീതിയിൽ ലിവറിനെ ബാധിക്കുന്ന ചില വൈറൽ ഇൻഫെക്ഷൻസിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവാറ്. ഉദാഹരണത്തിന് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, സി ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. നിങ്ങൾക്ക് ബിലിറൂബിന്റെ അളവ് കൂടുതലാണോ അതോ നോർമൽ റേഞ്ചിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റിന്റെ പേര് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നാണ്. ബിലിറൂബിൻ അവിടെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കോൺജുഗേറ്റഡ് ആണ്, രണ്ടാമത്തത് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ്. കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഒരു ബയോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇതും ലിവറിൽ തന്നെയാണ് നടക്കുന്നത്. ഗിൽബർട്ട് സിൻഡ്രത്തിൽ അൺകോൺജുഗേറ്റഡ് രൂപത്തിലുള്ള ബിലിറൂബിന്റെ അളവ് മാത്രമേ കൂടി നിൽക്കാറുള്ളൂ. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ കൂടി നിൽക്കുമ്പോൾ ടോട്ടൽ ബിലിറൂബിന്റെ അളവും കൂടി നിൽക്കാറുണ്ട്. സാധാരണ രീതിയിൽ 4 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയൊക്കെ ഗിൽബർട്ട് സിൻഡ്രം ഉള്ളവർക്ക് ബിലിറൂബിന്റെ അളവ് കൂടി നിൽക്കാം. എനിക്ക് ഗിൽബർട്ട് സിൻഡ്രമായി കുറച്ചും കൂടി പേഴ്സണൽ കണക്ഷൻ ഉണ്ട്. കാരണം 15 വർഷം മുമ്പേ എനിക്കും ഗിൽബർട്ട് സിൻഡ്രം ഉണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഗിൽബർട്ട് സിൻഡ്രം എന്ന് പറയുന്നത് ഒരു ജനറ്റിക് കണ്ടീഷനാണ്. സാധാരണ രീതിയിൽ ഇത് ഓട്ടോസോമൽ റെസസീവ് രൂപത്തിലാണ് പാരൻസിൽ നിന്നും കുട്ടികളിലേക്ക് വരുന്നത്. ഗിൽബർട്ട് സിൻഡ്രത്തിന്റെ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ്. ലിവറിന്റെ ഫംഗ്ഷന് ഇത് യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. മറ്റു തരത്തിലുള്ള ലിവർ കണ്ടീഷൻസ് പോലെയല്ല. ഗിൽബർട്ട് സിൻഡ്രം ഉണ്ടെങ്കിൽ ആശങ്കയോ ഭയത്തിൻ്റെയോ ആവശ്യമില്ല എന്നാണ് പറയാറ്. പക്ഷേ ഓരോ തവണ ലിവർ ഫംഗ്ഷൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിലിറൂബിന്റെ അളവ് കൂടി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ബിലിറൂബിന്റെ അളവ് ഇങ്ങനെ കൂടുതൽ നിൽക്കുന്നത് കാരണം ഗിൽബർട്ട് സിൻഡ്രം ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ണിന്റെ വെള്ള ഭാഗത്ത് ചെറിയ രീതിയിൽ മഞ്ഞ നിറം കാണാം. യൂറിനിൽ ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതൽ യെല്ലോ ഡിസ്കളറേഷൻ കാണാം. ഇങ്ങനെ ഉണ്ടാവുന്ന ജോണ്ടിസ് ആണ് ഗിൽബർട്ട് സിൻഡ്രത്തിന്റെ പ്രധാന സിംറ്റം എന്ന് പറയുന്നത്. മറ്റു തരത്തിലുള്ള സിംറ്റംസ് ഒന്നും സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഗിൽബർട്ട് സിൻഡ്രം ഉള്ളവർക്ക് ചില തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള മരുന്നിൻ്റെയും മെറ്റബോളിസം നടക്കുന്നത് ലിവറിലാണ്. ഇത്തരത്തിലുള്ള മരുന്നിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഒന്ന് പാരസെറ്റമോൾ ആണ്. റിഫാംപിസിൻ എന്ന് പറഞ്ഞ TBക്ക് ഉപയോഗിക്കുന്ന മരുന്നുണ്ട്. സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞ കൊളസ്ട്രോളിന്റെ മരുന്നുകളുണ്ട്. അപസ്മാരത്തിന് കഴിക്കുന്ന ഫീനോബാർബിറ്റോൺ എന്ന് പറഞ്ഞ മരുന്ന്. ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഡയറിയ ഉണ്ടാവാം. ഗിൽബർട്ട് സിൻഡ്രം ഉള്ളവർക്ക് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും കാലറി റെസ്ട്രിക്റ്റഡ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ബിലിറൂബിന്റെ അളവ് വീണ്ടും കൂടാം. അതായത് വീണ്ടും ജോണ്ടിസിലേക്ക് പോവാം. മെൻസ്ട്രേഷന്റെ സമയത്ത് ഇങ്ങനെ ഉണ്ടാവാം. ചില തരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് ഇവരുടെ ബിലിറൂബിന്റെ അളവ് വീണ്ടും കൂടാം. ഡീഹൈഡ്രേഷനുള്ള സമയത്ത് ഇവർക്ക് ജോണ്ടിസിന്റെ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതെല്ലാം റിവേഴ്സിബിൾ ആണ്. ഗിൽബർട്ട് സിൻഡ്രം ഉള്ളവർക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഗിൽബർട്ട് സിൻഡ്രം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഏകദേശം 100 വർഷത്തിലും കൂടുതലായി. ഇതൊരു ജനറ്റിക് കണ്ടീഷനാണ്. ഗ്ലൂക്കറോണിഡേഷൻ എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ കൃത്യമായി നടക്കാത്തത് കാരണമാണ് ഗിൽബർട്ട് സിൻഡ്രം ഉണ്ടാകുന്നത്. ഈ ഒരു റിയാക്ഷൻ ലിവറിൽ നടക്കണമെങ്കിൽ ഒരു എൻസൈം വേണം. ആ എൻസൈം നിർമ്മിക്കാനുള്ള ജീനാണ് ഗിൽബർട്ട് സിൻഡ്രം ഉള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ ഒരാൾക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് ടോട്ടൽ ബിലിറൂബിന്റെ 95% അടുത്ത് ഉണ്ടാവാറുണ്ട്. അത് ഗിൽബർട്ട് സിൻഡ്രം ഉള്ളവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഇവർക്ക് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് മാത്രമായിരിക്കും കൂടി നിൽക്കുന്നത്. ടോട്ടൽ ബിലിറൂബിന്റെ അളവ് കണ്ടുപിടിക്കണമെങ്കിൽ കോൺജുഗേറ്റഡും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ രണ്ടിൻ്റെയും കൂടി അളവ് കൂട്ടണം. കോൺജുഗേറ്റഡ് ബിലിറൂബിന്റെയും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനും മറ്റൊരു പേരും കൂടിയുണ്ട്. ഇതിനെ ഡയറക്റ്റും ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ ചിലപ്പോൾ ഡയറക്റ്റ് ബിലിറൂബിനും ടോട്ടൽ ബിലിറൂബിന്റെ അളവ് മാത്രമായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾക്കും ബിലിറൂബിന്റെ അളവ് കൂടി നിൽക്കുന്നുണ്ട്. അതിൽ 90% അടുത്തും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണെങ്കിൽ അത് ഗിൽബർട്ട് സിൻഡ്രം തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാനാണ് അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം ഗിൽബർട്ട് സിൻഡ്രം ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ടും ഇത് ഗിൽബർട്ട് സിൻഡ്രം ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബിലിറൂബിന്റെ അളവ് കൂടി നിൽക്കുന്ന മറ്റു തരത്തിലുള്ള കണ്ടീഷൻസിനെ റൂൾ ഔട്ട് ചെയ്യണം. ഇങ്ങനെ റൂൾ ഔട്ട് ചെയ്യണമെങ്കിൽ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതുണ്ട്. ചിലർക്ക് ബിലിറൂബിന്റെ പ്രൊഡക്ഷൻ കൂടാം, ചിലർക്ക് അനീമിയ ഉണ്ടാവാം. ഹീമോലിറ്റിക് അനീമിയസിലും ഗിൽബർട്ട് സിൻഡ്രം പോലെ തന്നെയാണ് ഉണ്ടാവാറ്. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവാണ് കൂടി നിൽക്കുന്നത്. ഹീമോലിറ്റിക് അനീമിയന്റെ എക്സാമ്പിളാണ്
സിക്കിൾ സെൽ അനീമിയ, തല്ലസീമിയ, ഹീമോഗ്ലോബിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട്. ഇവിടെയും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ്റെ അളവാണ് കൂടി നിൽക്കുന്നത്. ഗിൽബർട്ട് സിൻഡ്രം ആണോ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള മറ്റു തരത്തിലുള്ള ജനറ്റിക് കണ്ടീഷൻസും ഉണ്ട്. ഉദാഹരണത്തിന് ക്രീഗ്ലർ നജാർ സിൻഡ്രം. ചില തരത്തിലുള്ള ഇൻഫെക്ഷൻസിൽ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ ഇതേപോലെ ഉണ്ടാവാം. ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള കണ്ടീഷൻസിലും ഗിൽബർട്ട് സിൻഡ്രം പോലെ പ്രസൻറ്റ് ചെയ്യാം. ഗിൽബർട്ട് സിൻഡ്രം കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമ്മൾ 100 പേരെ നോക്കുകയാണെങ്കിൽ അതിൽ 2 മുതൽ 20 പേർക്ക് ഗിൽബർട്ട് സിൻഡ്രം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ ഉണ്ടാവുക. സ്ത്രീകളെക്കാളും ഗിൽബർട്ട് സിൻഡ്രം ഉണ്ടാകാനുള്ള പുരുഷന്മാരുടെ സാധ്യത 3 മടങ്ങ് കൂടുതലാണെന്നാണ് പറയുന്നത്. സ്കിന്നിന്റെ കളറും എത്നിസിറ്റിക്ക് അനുസരിച്ചിട്ടും ഗിൽബർട്ട് സിൻഡ്രം വരുന്നതിന്റെ സാധ്യതയിൽ മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗിൽബർട്ട് സിൻഡ്രം ഉള്ള ആൾക്കാർ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഒരു ദിവസം കഴിക്കുന്ന കാലറീസ് 400 കിലോ കാലറീസ് ആക്കി കുറയ്ക്കുന്ന സമയത്ത് ഇവരുടെ ബിലിറൂബിൻ്റെ അളവ് 2 മുതൽ 3 മടങ്ങ് കൂടുതലാവുന്നത് കാണാറുണ്ട്. ഇതുവരെ നോർമൽ ഡയറ്റിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത്, അതായത് ഫാസ്റ്റിംഗ് നിർത്തിക്കഴിഞ്ഞാൽ ഇവരുടെ കൂടി നിൽക്കുന്ന ബിലിറൂബിൻ വീണ്ടും ബേസ് ലൈൻ ലെവലിലേക്ക് വരുന്നതും കാണാറുണ്ട്. ഗിൽബർട്ട് സിൻഡ്രം തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിലിറൂബിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് കാണാം. അതിൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ്റെ അളവായിരിക്കും കൂടുതലുണ്ടാവുക. അൺകോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ബിലിറൂബിനാണ്. ഇൻഡയറക്റ്റ് ബിലിറൂബിൻ സെപ്പറേറ്റ് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിൽ എഴുതിയിട്ടില്ലെങ്കിൽ ടോട്ടൽ ബിലിറൂബിൻ നിന്നും ഡയറക്റ്റ് ബിലിറൂബിൻ, അതായത് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ കുറച്ച് കഴിഞ്ഞാൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ്റെ അളവ് കണ്ടുപിടിക്കാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിവർ എൻസൈംസ്, അതായത് SGOT, SGPT, ഈ 2 എൻസൈംസിൻ്റെയും പുതിയ പേരെന്ന് പറയുന്നത് ASTയും ALTയും ആണ്. ഇതിൻ്റെ ലെവല് നോർമൽ റേഞ്ചിൽ തന്നെയായിരിക്കും. സാധാരണ രീതിയിൽ ഹെപ്പറ്റൈറ്റിസോ എന്തെങ്കിലും തരത്തിലുള്ള ലിവർ ഇഞ്ചുറി ഉണ്ടെങ്കിൽ, ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെങ്കിലും, ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആണെങ്കിലും, മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാവുന്ന ഹെപ്പറ്റൈറ്റിസ് ആണെന്നുണ്ടെങ്കിലും ഈ 2 എൻസൈമിൻ്റെയും അളവ് കൂടി നിൽക്കാറുണ്ട്. പക്ഷേ ഗിൽബർട്ട് സിൻഡ്രത്തിൽ ബിലിറൂബിൻ്റെ അളവ് മാത്രമേ കൂടി നിൽക്കാറുള്ളൂ. ALTൻ്റെയും ASTൻ്റെയും അളവ് നോർമൽ റേഞ്ചിൽ തന്നെയായിരിക്കും. ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്, അതായത് പിത്തസഞ്ചിയിൽ. പിത്തസഞ്ചിയിൽ നിന്നും ബൈൽ പുറത്തേക്ക് വരുന്നത് കോമൺ ബൈൽ ഡക്റ്റ് വഴിയാണ്. ഗിൽബർട്ട് സിൻഡ്രം ഉള്ളവർക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ളവർക്ക് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ്റെ അളവും കൂടുതൽ കാണാറുണ്ട്. ഗിൽബർട്ട് സിൻഡ്രം തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ ലിവർ ബയോപ്സി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ലിവർ ബയോപ്സി എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ ചെറിയൊരു ഭാഗം കുത്തിയെടുത്ത് പരിശോധിക്കുന്നതാണ്. ഇങ്ങനെ ലിവർ ബയോപ്സി ചെയ്ത് കഴിഞ്ഞാലും ലിവറിൻ്റെ ടിഷ്യൂവിൽ മാറ്റങ്ങളൊന്നും സാധാരണ രീതിയിൽ കാണാറില്ല. ഇമേജിംഗ് ടെസ്റ്റ്, ഉദാഹരണത്തിന് അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോ സ്കാനൊന്നും ഗിൽബർട്ട് സിൻഡ്രം ആണോ എന്ന് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ മറ്റു തരത്തിലുള്ള കണ്ടീഷൻസിൻ്റെ കൂടെയാണ് ഗിൽബർട്ട് സിൻഡ്രം സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഫാറ്റി ലിവർ ഡിസീസോ ആൽക്കഹോളിക് ലിവർ ഡിസീസോ അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടായ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇമേജിംഗ് ടെസ്റ്റും ഹെൽപ്ഫുൾ ആയിരിക്കും. ഗിൽബർട്ട് സിൻഡ്രം ഉള്ളവർക്ക് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ CBC ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസ് ഒക്കെ നോർമൽ റേഞ്ചിൽ കാണാം. അതിൽ റെറ്റിക്കുലോസൈറ്റും എടുത്തു പറയേണ്ടതാണ്, നോർമൽ റേഞ്ചിലായിരിക്കണം. LDH എന്ന് പറഞ്ഞാൽ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ്. ഇതിൻ്റെ വാല്യൂവും നോർമൽ റേഞ്ചിലായിരിക്കണം. ഗിൽബർട്ട് സിൻഡ്രം ആണോ എന്ന് കണ്ടുപിടിക്കാൻ വെറും CBC ടെസ്റ്റ് മാത്രം ചെയ്താൽ പോരാ, പെരിഫറൽ സ്മിയർ ടെസ്റ്റും ചെയ്യണം. ഓരോ റെഡ് ബ്ലഡ് സെല്ലിൻ്റെയും വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെയും ഷേപ്പും സൈസും മോർഫോളജിയും ഒക്കെ നോർമൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഡ്രോപ്പ് ബ്ലഡ് ഗ്ലാസ് സ്ലൈഡിലാക്കി മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന ടെസ്റ്റാണ് പെരിഫറൽ സ്മിയർ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് ഹീമോലിറ്റിക് അനീമിയ എല്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഗിൽബർട്ട് സിൻഡ്രം ഒരു ജനറ്റിക് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജീനും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ജീനിൻ്റെ പേര് UGT1A1 എന്നാണ്. ചില പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ ജനറ്റിക് ടെസ്റ്റിങ്ങും ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ചും ഗിൽബർട്ട് സിൻഡ്രം സസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരിൽ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ടെസ്റ്റ് ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് A വൈറസ് ആണോ, B ആണോ, C ആണോ എന്നൊക്കെ നോക്കാൻ സെപ്പറേറ്റ് ടെസ്റ്റ് അവൈലബിൾ ആണ്. ശരീരത്തിലുള്ള കോപ്പറിൻ്റെ അളവ് കൂടി നിൽക്കുന്ന കണ്ടീഷനാണ് വിൽസൺസ് ഡിസീസ്. ഇത് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. നമ്മളുടെ ബോഡിയിലുള്ള അയൺ കണ്ടന്റ് കൂടി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഹീമോക്രോമറ്റോസിസ് എന്ന് പറയുന്നത്. ഇതും റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലാന്ന് നോക്കാനും ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതാണ്. തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെല്ലാം നോക്കാൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഇതിൽ പ്രധാനമായിട്ടും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റാണുള്ളത്. ഗോൾ ബ്ലാഡർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെല്ലാം നോക്കാനും ചില തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യണം. സീലിയാക് ഡിസീസ് പോലത്തെ ബവൽ കണ്ടീഷൻസ് എല്ലാം നോക്കാനും ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഇത്രയും ടെസ്റ്റുകളൊക്കെ ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗിൽബർട്ട് സിൻഡ്രം ആണെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അധികം ആൾക്കാർക്കും പക്ഷേ ബിലിറൂബിൻ്റെ അളവ് കൂടി നിൽക്കുമ്പോൾ ഒരു തരത്തിലുള്ള ലിവറിൻ്റെ അസുഖം മാത്രമല്ല ഉണ്ടാവാറ്. ഒന്നുകിൽ ഫാറ്റി ലിവർ ഡിസീസ് അതിൻ്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ബിലിറൂബിൻ കൂടി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ഗിൽബർട്ട് സിൻഡ്രം ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല. ഗിൽബർട്ട് സിൻഡ്രം കാരണം ലിവറിൻ്റെ ഫംഗ്ഷന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരാൻ പോകുന്നില്ല.
അതുകൊണ്ട് തന്നെ ഗിൽബർട്ട് സിൻഡ്രത്തിൻ്റെ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് എക്സലൻ്റ് ആണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഗിൽബർട്ട് സിൻഡ്രം ഉള്ളവർക്കും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ്റെ അളവ് മാത്രം കൂടി നിൽക്കുന്ന ആൾക്കാർക്കും മറ്റൊരു അഡ്വാൻറ്റേജും കൂടിയുണ്ട്. ഇവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള റിസ്ക് വളരെ കുറവാണ്. എത്തറോസ്ക്ലെറോസിസ് ഉണ്ടാവാനുള്ള റിസ്ക് വളരെ കുറവാണ്. ഇവരുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി സാധാരണക്കാരേക്കാളും കൂടുതലായിരിക്കും. അത് വളരെ നല്ലൊരു കാര്യമാണ്. മെറ്റബോളിക് സിൻഡ്രോമും മെറ്റബോളിക് കണ്ടീഷൻസും വരാനുള്ള ചാൻസസും ഇവർക്ക് വളരെ കുറവാണ്. ഇവർക്ക് പൊണ്ണത്തടിയും ഒബീസിറ്റിയും ഉണ്ടാവാനുള്ള റിസ്ക്കും കുറവാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് വരാനുള്ള റിസ്ക്കും സാധാരണക്കാരേക്കാളും എത്രയോ കുറവാണെന്നാണ് പറയുന്നത്. ഇവരുടെ ബെനിഫിറ്റ്സ് അവിടെയും തീരുന്നില്ല. സ്ത്രീകൾക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരുന്നതിൻ്റെ റിസ്ക് കുറവായിരിക്കും. ഹോഡ്കിൻസ് ലിംഫോമ മറ്റു തരത്തിലുള്ള ക്യാൻസറാണ്, അത് വരുന്നതിൻ്റെ റിസ്ക്കും കുറവായിരിക്കും. പലതരത്തിലുള്ള ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള മോർട്ടാലിറ്റി റിസ്ക്കും ഇവർക്ക് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ബിലിറൂബിൻ്റെ അളവിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഗിൽബർട്ട് സിൻഡ്രം തന്നെയാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടത് ഒരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിനെയാണ്. ഗാസ്ട്രോ എൻട്രോളജിസ്റ്റുമായിട്ടുള്ള കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യാം. അതിന് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലോ മതിയോ. നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഗിൽബർട്ട് സിൻഡ്രം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.